2025 അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. തൊഴിൽ വിസകൾ, യാത്രാ പരിശോധനകൾ, പൗരത്വ നിയമങ്ങൾ എന്നിവയിലെല്ലാം ട്രംപ് ഭരണകൂടം പുതിയ നയങ്ങൾ കൊണ്ടുവന്നു. ഇത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് വരുന്നതും ഇവിടെ ജോലി ചെയ്യുന്നതും ഗ്രീൻ കാർഡ് നേടുന്നതുമെല്ലാം ഈ മാറ്റങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. 2026 അമേരിക്കയിൽ പ്രാബല്യത്തിൽ വന്ന 5 പ്രധാന കുടിയേറ്റ മാറ്റങ്ങളെക്കുറിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ ചർച്ചയായ മാറ്റങ്ങളിലൊന്ന് സെപ്റ്റംബറിലാണ് വന്നത്. H-1B വിസകൾ നൽകുന്ന രീതിയിൽ ട്രംപ് ഭരണകൂടം വലിയ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. അമേരിക്കൻ കമ്പനികൾക്ക് പ്രത്യേകിച്ച് ടെക്നോളജി മേഖലയിൽ വിദേശത്തു നിന്നുള്ള വിദഗ്ധരായ തൊഴിലാളികളെ നിയമിക്കാൻ സഹായിക്കുന്ന വിസകളാണിവ. H-1B വിസകൾ നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പറയുന്നതനുസരിച്ച് പുതിയ നിർദ്ദേശം തൊഴിലുടമകളെ ഉയർന്ന ശമ്പളം നൽകാനോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികൾക്ക് മാത്രം ഈ വിസ ഉപയോഗിക്കാനോ പ്രേരിപ്പിക്കും. ഫെബ്രുവരി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഓരോ H-1B വിസ അപേക്ഷയ്ക്കും $1,00,000 ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കാനാണെന്നാണ് ഭരണകൂടം പറയുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വക്താവ് മാത്യു ട്രാഗസർ പറയുന്നതനുസരിച്ച് പഴയ നറുക്കെടുപ്പ് രീതി ചില തൊഴിലുടമകൾ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ദുരുപയോഗം ചെയ്തിരുന്നു. ഇപ്പോൾ അതിനു പകരം ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ്. വിദേശ വിനോദസഞ്ചാരികൾക്ക് സോഷ്യൽ മീഡിയ പരിശോധന എന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം. വിദേശ വിനോദസഞ്ചാരികൾ രാജ്യം വിടുന്നതിന് മുമ്പ് തന്നെ സർക്കാർ അവരുടെ യാത്രാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഡിസംബറിൽ യാത്രാ അനുമതി നൽകുന്ന പ്രക്രിയയുടെ ഭാഗമായി സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമെന്ന് DHS അറിയിച്ചിട്ടുണ്ട്. ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ച ഒരു അറിയിപ്പിൽ ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവൽ ഓതറൈസേഷൻ വഴി അപേക്ഷിക്കുന്ന യാത്രക്കാർ കഴിഞ്ഞ 5 വർഷത്തെ അവരുടെ സോഷ്യൽ മീഡിയ ചരിത്രം സമർപ്പിക്കണമെന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2025 ജനുവരിയിലെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനെ തുടർന്നാണ് ഈ നീക്കം. അമേരിക്കയിലെ സുരക്ഷാ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായിരുന്നു ആ ഓർഡറിന്റെ ലക്ഷ്യം. ESTA ഉപയോഗിക്കുന്നത് വിസയില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് അമേരിക്കയിലേക്ക് വരാൻ അനുമതിയുണ്ടോ എന്നും അവർ സുരക്ഷാ ഭീഷണിയാണോ എന്നും തീരുമാനിക്കാനാണ്. ക്രിസ്മസ് കഴിഞ്ഞ് ഉടൻ തന്നെ മറ്റൊരു വലിയ മാറ്റം വന്നു. ഡിസംബർ 26 അമേരിക്കയിലേക്ക് വരുന്നതും പോകുന്നതുമായ ആളുകൾക്ക് മുഖം തിരിച്ചറിയൽ സംവിധാനം കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചു. പുതിയ നിയമപ്രകാരം വിമാനത്താവളങ്ങൾ, കര അതിർത്തികൾ, തുറമുഖങ്ങൾ, മറ്റ് അംഗീകൃത പുറത്തു കടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അമേരിക്കൻ പൗരന്മാരല്ലാത്ത എല്ലാവരുടെയും മുഖത്തിന്റെ ബയോമെട്രിക് ഡാറ്റ ശേഖരിക്കാൻ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന് കഴിയും. അമേരിക്കയിൽ നിയമപരമായി താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമകളും മറ്റ് വിദേശികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കൻ പൗരന്മാർക്ക് ഈ സംവിധാനം നിർബന്ധമല്ലെന്ന് DHS വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോഴോ പുറത്തു പോകുമ്പോഴോ അവർക്ക് വേണമെങ്കിൽ ഈ സംവിധാനം ഉപയോഗിക്കാം. അമേരിക്കൻ പൗരത്വ പരീക്ഷ കൂടുതൽ കഠിനമായി എന്നതാണ് മറ്റൊരു മാറ്റം. ജനുവരി 1 മുതൽ അമേരിക്കൻ പൗരത്വം നേടുന്നതിന് കൂടുതൽ ശ്രമകരമാകും. പുതിയ പൗരത്വ പരീക്ഷയിൽ മുമ്പത്തേക്കാൾ ഇരട്ടി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. പുതിയ വാക്കാലുള്ള സിവിക്സ് പരീക്ഷയിൽ 128 ചോദ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് 20 ചോദ്യങ്ങൾ ഉണ്ടാകും. വിജയിക്കാൻ കുറഞ്ഞത് 12 ചോദ്യങ്ങൾ ശരിയായി ഉത്തരം നൽകണം. 9 ചോദ്യങ്ങൾ തെറ്റിയാൽ പരീക്ഷയിൽ തോൽക്കും. പുതിയ പൗരന്മാർക്ക് അമേരിക്കൻ മൂല്യങ്ങളെയും ഭരണത്തെയും പൗരന്റെ കടമകളെയും കുറിച്ച് ശരിയായ ധാരണയുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ കഠിനമായ പരീക്ഷ എന്നാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിക്കുന്നത്. 2025 നാച്ചുറലൈസേഷൻ സിവിക് പരീക്ഷ എന്നത് 128 സിവിക് പരീക്ഷാ ചോദ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് 20 ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാലുള്ള പരീക്ഷയാണ്. 2025 പരീക്ഷയിൽ വിജയിക്കാൻ നിങ്ങൾ 12 ചോദ്യങ്ങൾ ശരിയായി ഉത്തരം നൽകണം. 20 ചോദ്യങ്ങളിൽ 9 എണ്ണം തെറ്റായി ഉത്തരം നൽകിയാൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെടും. മറ്റൊരു മാറ്റം ഡിസംബറിൽ പ്രസിഡന്റ് ട്രംപ് ഗോൾഡ് കാർഡ് എന്ന പേരിൽ ഒരു പുതിയ കുടിയേറ്റ ഓപ്ഷൻ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം ധനികരായ വിദേശികൾക്ക് അമേരിക്കയിൽ സ്ഥിരതാമസത്തിനും പിന്നീട് പൗരത്വത്തിനും വേഗത്തിലുള്ള വഴി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ കാർഡിന് $1 മില്യൺ വില. കാർഡിൽ ട്രംപിന്റെ ചിത്രവും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും അമേരിക്കൻ പതാകയും സ്വർണ്ണ പശ്ചാത്തലത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാം വഴി $100 ബില്യൺ വരുമാനം നേടാൻ കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ തുക നികുതി വെട്ടിപ്പ് കുറക്കാനും വളർച്ചാ പദ്ധതികളെ പിന്തുണയ്ക്കാനും ദേശീയ കടം കുറയ്ക്കാനും ഉപയോഗിക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഔദ്യോഗിക വെബ്സൈറ്റായ trumpcard.gov വഴി അപേക്ഷകർക്ക് അപേക്ഷിക്കാം. അവിടെ രേഖകൾ സമർപ്പിക്കുകയും പണം തിരികെ ലഭിക്കാത്ത പ്രോസസ്സിംഗ് ഫീസ് അടയ്ക്കുകയും വേണം. അംഗീകാരം ലഭിച്ചാൽ കാർഡ് ഉടമകൾക്ക് EB-1 അല്ലെങ്കിൽ EB-2 വിസ വിഭാഗങ്ങൾക്ക് കീഴിൽ നിയമപരമായ സ്ഥിരതാമസ പദവി ലഭിക്കും. അവർക്ക് അമേരിക്കയിൽ എവിടെയും താമസിക്കാനും ജോലി ചെയ്യാനും കഴിയും.